ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 27-ാം അധ്യായം. നാരദ ഉവാച. ഇത്തം പുരഞ്ജനം സദൃക് വശമാനീയ വിഭ്രമൈഃ പുരഞ്ജനീ മഹാരാജ രേമേ രമയതീപതീം. നാരദൻ പറഞ്ഞു, ഹേ മഹാരാജാവായുള്ളവനെ, മുമ്പ് വിവരിച്ച രീതിയിൽ ശൃംഗാരാദി ഭാവങ്ങളെ പ്രകാശിപ്പിച്ചിട്ട് പുരഞ്ജനനെ ബലമായി സ്വാധീനപ്പെടുത്തിയ പുരഞ്ജനി ഭർത്താവിനെ രമിപ്പിച്ചും കൊണ്ട് താനും രമിച്ചു. സുഖാനുഭവത്തിൽ ജീവൻ ബുദ്ധിക്ക് കീഴടങ്ങുകയും ബുദ്ധി സ്വതന്ത്രയായിരിക്കുകയും ചെയ്യുന്നു. സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുകയും ഭർത്താവ് അവൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് ലോകത്തിൽ കാണുന്ന പ്രത്യക്ഷാനർത്ഥങ്ങളെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട് ജീവൻ്റെ പാരതന്ത്ര്യത്തെ സ്പഷ്ടമാക്കിയിരിക്കുന്നു. സ രാജാ മഹിഷീം രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്ഥേനാം തൃപ്താം അഭ്യനന്ദതുപാഗതാം. ഹേ മഹാരാജാവേ, പുരഞ്ജനി സ്നാനാദി കൃത്യങ്ങളെ കഴിച്ച് ശരീരമലങ്ങളെ നീക്കം ചെയ്തതിനാൽ മുഖാദ്യാവയവങ്ങളിൽ പൂർവാധിക ശോഭ ജനിച്ചിരുന്നു. കുങ്കുമം, ചന്ദനം മുതലായ മംഗളപദാർത്ഥങ്ങളെ കൊണ്ട് ദേഹം അലങ്കരിച്ചു. മൃഷ്ടാന്ന ഭോജനം, താംബൂലചർവണം മുതലായത് കഴിച്ച് സംതൃപ്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭർത്തൃസമീപം വന്നു നിന്നു. ആസന്നയായിരിക്കുന്ന ഭാര്യയെ പുരഞ്ജനൻ സൽക്കാരപൂർവ്വം സ്വീകരിച്ചു. തയോപഗൂഢ പരിരബ്ധകന്ധരോ ദ്രഹോനുമന്ത്രൈരപഹൃഷ്ടചേതനഃ നക്കാലരംഹോ ബുബുദേ ദുരത്യയം ദിവാനിഷേധി പ്രമദാ പരിഗ്രഹഃ. അവളാൽ ആലിംഗനം ചെയ്യപ്പെട്ടും അവളുടെ കണ്ടത്തെ ആലിംഗനം ചെയ്തും അവളുടെ രഹസ്യ സല്ലാപം നിമിത്തം വിവേകശക്തി നശിച്ചും അവളെ തന്നെ പ്രധാന പരിഗ്രഹമായി സ്വീകരിച്ചും കൊണ്ടിരുന്നതിനാൽ പകൽ കഴിഞ്ഞു രാത്രിയായി, രാത്രി കഴിഞ്ഞു പകലായി എന്ന രീതിയിൽ അതിവേഗത്തോടുകൂടെ സഞ്ചരിക്കുന്നതും ആർക്കും തടുക്കുവാൻ കഴിയാത്തതുമായ കാലശക്തിയെ ആ രാജാവ് ലേശവും അറിഞ്ഞില്ല. ഭോഗാസക്തി കൊണ്ട് തന്നെ കഴിച്ചു. ജന്മമരണാദി രൂപ സംസാരത്തിൽ നിന്ന് കരകയറുവാൻ ആവശ്യമായ ജ്ഞാനഭക്ത്യാദി സാധനങ്ങളെ സമ്പാദിക്കുന്നതിൽ മനസ്സിരുത്തിയതേയില്ല. ശയാന ഉന്നദ്ധമതോ മഹാമനാഹ മഹാർഹതൽപേ മഹിഷീഭുജോപതിഃ താമേവ വീരോ മനുദേ പരം യതസ്തമോ വിഭൂതോ ന നിജം പരം ചയത്. കാലം അതിക്രമിക്കുന്നതറിയാത്തതുകൊണ്ട് ഉത്കൃഷ്ടശയ്യയിൽ ഭാര്യയുടെ കയ്യിന്മേൽ തലയും വെച്ച് അനേക സങ്കല്പങ്ങളെ മനസ്സിൽ വിചാരിച്ചും വർദ്ധിച്ചു വരുന്ന മതത്തോടുകൂടിയും ശയിക്കുന്ന ആ വീരൻ അജ്ഞാനാന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവരായതിനാൽ ആ ഭാര്യാലാഭം തന്നെ പരമപുരുഷാർത്ഥ ലാഭം എന്ന് കരുതിയിരിക്കുന്നു. ആത്മസ്വരൂപമായ ബ്രഹ്മത്തെ വിചാരിക്കുന്നതേ ഇല്ല. തയൈവ രമമാണസ്യ കാമകശ്മലചേതസഃ ക്ഷണാർദ്ധമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. ഹേ രാജശ്രേഷ്ഠ, കാമവൃത്തിയുടെ ശക്തി നിമിത്തം വിചാരശക്തി തീരെ ക്ഷയിച്ചിരിക്കുന്നതുകൊണ്ട് അവളോടുകൂടി തന്നെ രമിച്ചു കൊണ്ടിരുന്ന ആ മഹാരാജാവിൻ്റെ യൗവനകാലം ക്ഷണാർദ്ധ സമയമെന്ന പോലെ വ്യർത്ഥമായിട്ട് കഴിഞ്ഞുപോയി. പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് ഉപകരിക്കുന്ന ജ്ഞാനഭക്തി സാധനങ്ങളെ സമ്പാദിക്കുന്നതിനുചിതമായ യൗവനകാലത്തെ മായാമോഹചിത്തന്മാർ നിഷ്പ്രയോജനമായിട്ട് കഴിക്കുന്നു. ഈ കാലത്തിൽ ബാധിക്കുന്ന കാമവൃത്തിയെ ജയിപ്പാൻ വീരവീരന്മാരായ രാജാക്കന്മാർക്കും അസാധ്യമായിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. തസ്യാം അജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാട് ആയുഷോർദ്ധമദാത്യഗാത്. മഹാരാജാവായ പുരഞ്ജനൻ ഭാര്യയായ പുരഞ്ജനിയിൽ 111 പുത്രന്മാരെ ജനിപ്പിച്ചു. അത്ര കാലം കൊണ്ട് ആയുഷ്കാലം പകുതി കഴിയുകയും ചെയ്തു. 11 ഇന്ദ്രിയങ്ങളുടെ നാനാവിധ വൃത്തിപരിണാമങ്ങളെ പുത്രത്വേന കൽപ്പിച്ചതുകൊണ്ടാണ് ഏകാദശ ശതം എന്ന് കാണിച്ചിരിക്കുന്നത്. സംഖ്യാനിർണയം കാണിച്ചിരിക്കുകയല്ല, ആധിക്യം മാത്രം കാണിച്ചിരിക്കുന്നുവെന്നാണ് ആചാര്യാഭിപ്രായം. ആയുസ്സു പകുതി കഴിഞ്ഞുവെന്ന കഥാസൗന്ദര്യത്തെയും വിഷയാശയുടെ ആധിക്യം 50 വയസ്സുവരെയാണെന്നതിനെയും കാണിപ്പാൻ ഉപയോഗിച്ചിരിക്കുന്നു. ദുഹിതൃദശോത്തരശതം പിതൃമാതൃയശസ്കരീഃ ശീലൗദാര്യഗുണോപേതാഃ പൗരഞ്ജന്യ പ്രജാപതേ. ഹേ രാജാവേ, സ്വഭാവഗുണം, ദാനശീലം മുതലായ യോഗ്യതകളാൽ മാതാപിതാക്കന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന 110 പുത്രിമാരെയും പുരഞ്ജനൻ പുരഞ്ജനിയിൽ ജനിപ്പിച്ചു. അവരെ പൗരഞ്ജനികൾ എന്ന് ജനം വിളിച്ചു വരുന്നു.
ബുദ്ധിഗുണങ്ങളായ ലജ്ജ, കരുണ മുതലായ വൃത്തികളെയാണ് പുത്രിമാരായി കൽപ്പിച്ചിരിക്കുന്നത്. ജീവനായ പിതാവിനും ബുദ്ധിയായ മാതാവിനുമുള്ള യോഗ്യതയെ ഈ വൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നു. പുത്രന്മാരെ അപേക്ഷിച്ച് പുത്രിമാർ കുറവാണ് എന്ന് കാണിച്ചത് അങ്ങനെ വരുന്നതാണ്. സംസാരത്തിൽ ഭംഗിയായിട്ട് കരുതി വരുന്നത് എന്ന സമ്പ്രദായത്തെ കാണിപ്പാനാകുന്നു. സപഞ്ചാലപതി പുത്രാൻ പിതൃവംശവിവർധനാൻ ദാരൈ സംയോജയാമാസ ദുഹിതൃ സദൃശൈർവരൈഹി. മക്കൾക്ക് കല്യാണം കഴിച്ചുവെന്നത് കഥാപുഷ്ടിയെ സൂചിപ്പിക്കുവാൻ ഇന്ദ്രിയ പരിണാമങ്ങളായ പുത്രന്മാരെയും ബുദ്ധിഗുണങ്ങളായ പുത്രിമാരെയും ഹിതാഹിത ചിന്തനം ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയെന്നും വിചാരിക്കുന്നതിൽ തെറ്റില്ല. പുത്രാണാം ച ഭവാൻ പുത്ര ഏകൈകസ്യ ശതം ശതം ഏർവൈ പൗരഞ്ജനോ വംശഃ പഞ്ചാലേഷു സമാദിതഃ. പുത്രന്മാരിൽ ഓരോരുത്തനും 100 പുത്രന്മാരുണ്ടായി. അവരാൽ പുരഞ്ജന വംശം പഞ്ചാലദേശങ്ങളിൽ എങ്ങും വർദ്ധിച്ചു. നേത്രാദികളായ ഇന്ദ്രിയങ്ങളാണ് പുത്രന്മാർ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നടത്തുന്ന പുണ്യപാപകർമ്മങ്ങൾ വീണ്ടും ജനനമരണങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജീവൻ്റെ സംസാര ചക്രഗതിയെ അവസാനിപ്പിക്കാതെ തുടർച്ചയായി നിലനിർത്തുന്നതിനെയാണ് പുത്രപൗത്ര പരമ്പരയിൽ വംശാഭിവൃദ്ധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. തേഷു തദ്രിഗ്ധഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷന്യുപദ്യത. ഇങ്ങനെ പുത്രന്മാരിലും അവരുടെ പുത്രന്മാരിലും ഭവനങ്ങളിലും ഭണ്ഡാരങ്ങളിലും ഭൃത്യന്മാരിലും ശക്തിയോടുകൂടെ വേരുറച്ചു വന്നിരിക്കുന്ന എൻ്റേതെന്ന ഭാവത്താൽ സുഖവിഷയങ്ങളിൽ അത്യാസക്തനായി ഭവിച്ചു. ഈ ജേജക്രതുബിർഗോരേർ ദീക്ഷിത പശുമാരകൈഹി ദേവാൻ പിതॄൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. ഹേ പ്രാചീന ബർഹിസെ, അങ്ങയെപ്പോലെ തന്നെ ആ പുരഞ്ജന മഹാരാജാവും നാനാവിധങ്ങളായ സങ്കല്പങ്ങൾ ഉള്ളവനായിരുന്നതിനാൽ അവയെയെല്ലാം സാധിക്കണമെന്ന വിചാരത്താൽ പ്രാണിഹിംസാ പ്രധാനങ്ങളും ശാസ്ത്രസമ്മതമല്ലാത്തവയുമായ ഭയങ്കര യാഗങ്ങൾ കൊണ്ട് അതാതു കാമങ്ങളെ സാധിപ്പിക്കുന്നതിൽ സമർത്ഥന്മാരായ ദേവന്മാർ, പിതൃക്കൾ, ഭൂതനാഥന്മാർ എന്നിവരെ ആരാധിച്ചു. യുക്തേഷേവം പ്രമത്തസ്യ കുടുംബാസക്തചേതസഃ ആസസാദസ വൈകാലോ യപ്രിയപ്രിയയോഷിതാം. ഇങ്ങനെ ഭോഗങ്ങളിൽ തന്നെ എപ്പോഴും ആസക്തിയോടും പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉചിതങ്ങളായ ഭഗവത് ഭജനാദി വിഷയങ്ങളിൽ മനസ്സിരുത്താതെയും ആയുഷ്കാലത്തെ കഴിച്ചുകൊണ്ടിരുന്ന പുരഞ്ജനന് ജര ബാധിക്കുന്നതായ ആ കാലം വന്നു ചേർന്നു. പ്രിയകളായ സ്ത്രീകൾക്ക് ആ കാലം ഇഷ്ടമില്ലാത്തതാണെന്ന് പ്രസിദ്ധമാണല്ലോ. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന വിഷയങ്ങളിൽ ആസക്തനായിരിക്കുന്നവൻ്റെ ആയുഷ്കാലം ഭഗവത് ഭജനാദികൾ കൂടാതെ നിഷ്ഫലമായിട്ട് കഴിയുന്നു. വാർദ്ധക്യവും വന്നു ചേരുന്നു എന്ന് സാമാന്യേന ആത്മവിഷയത്തെ സംബന്ധിക്കുന്ന താൽപ്പര്യം. ചണ്ഡവേഗ ഇതിക്യാദോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം. ഹേ രാജൻ, രാജാക്കന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. പുരഞ്ജന മഹാരാജാവ് പഞ്ചാലപുരത്തിന് അധിപതിയായതു മുതൽക്കു തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അപഹരിച്ചുകൊണ്ട് തന്നെയിരിക്കുന്ന ഒരു ഗന്ധർവ രാജാവുണ്ട്. ചണ്ഡവേഗൻ എന്നാണ് ആ ഗന്ധർവ രാജാവിൻ്റെ നാമധേയം. അദ്ദേഹത്തിന് മഹാബലശാലികളായ 360 ഗന്ധർവന്മാർ സഹായികളായിട്ടുമുണ്ട്. ഏതുവിധം ഉപായം കൊണ്ടും തടുക്കുവാൻ കഴിയാത്ത വേഗത്തോടുകൂടിയ സംവത്സരം എന്നുപേരായ കാലത്തെ ഗന്ധർവ രാജാവായിട്ടും 360 ദിവസങ്ങളെ ബലികളായ ഗന്ധർവന്മാരായിട്ടും സങ്കല്പിച്ചിരിക്കുന്നു. ഗന്ധർവ്യസ്താദൃശീരസ്യ മൈഥുന്യശ്ച സിതാസിതാഃ പരിവൃത്യ വിലുംബന്തി സർവകാമവിനിർമ്മിതാം. ബലശാലിനികളായ 360 ഗന്ധർവ സ്ത്രീകളും ആ ഗന്ധർവ രാജാവിനുണ്ട്. ഭർത്തൃസഹിതകളാണവർ. അവരിൽ ചിലർ വെളുത്തും ചിലർ കറുത്തുമിരിക്കുന്നവരാണ്. ഇവരോട് കൂടെ ചേർന്ന് പുരഞ്ജന രാജാവിൻ്റെ സർവ്വസമ്പൽ സമൃദ്ധിയോടുകൂടിയ രാജധാനിയെ ക്രമത്തിൽ അപഹരിച്ചു കൊണ്ടുതന്നെയിരുന്നു. 360 രാത്രികളെ ഗന്ധർവ സ്ത്രീകളായിട്ടും ശുക്ലപക്ഷ രാത്രികളെ വെളുത്തവരായിട്ടും കൃഷ്ണപക്ഷ രാത്രികളെ കറുത്തവരായിട്ടും കൽപ്പിച്ചു. ജന്മപ്രഭൃതി മരണപര്യന്തം ശരീരത്തെ ഇവർ ബാധിക്കുകയും ആയുസ്സിനെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതിനെ രാജധാനിയെ അപഹരിക്കുന്നതായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. തേ ചണ്ഡവേഗാനുചരാഹ പുരഞ്ജനപുരം യഥാ ഹർത്തുമാരേഭിരേ തത്ര പ്രത്യഷേധത് പ്രജാഗരഃ. ചണ്ഡവേഗൻ്റെ ആൾക്കാരായ ഗന്ധർവന്മാരും ഗന്ധർവികളും യോജിച്ച്
പുരഞ്ജനപുരത്തെ അപഹരിപ്പാൻ എന്നു മുതൽ തുടങ്ങിയോ ആ കാലം മുതൽക്ക് തന്നെ ആ പുരം പാലിക്കുന്ന പ്രജാകരൻ എന്ന സർപ്പം അവരെ നിരോധിച്ചും കൊണ്ടിരിപ്പാകുന്നു. ദിനരാത്രികളാകുന്ന അവയവങ്ങളോടുകൂടിയ സംവത്സരം കഴിയും തോറും ശരീരശക്തി കുറയുന്നുണ്ടെങ്കിലും പ്രാണപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ദേഹം നശിക്കാതെ നിലനിന്നു വരുന്നു എന്ന് സൂചിപ്പിച്ചു. പ്രജാകര ശബ്ദം പ്രാണനെക്കുറിച്ച് ഉപയോഗിച്ചതാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സപ്തഭി ശതൈരേകോ വിംശത്യാജ ശതം സമാഹ പുരഞ്ജനപുരാധ്യക്ഷോ ഗന്ധർവൈര്യുയുധേ ബലി. അതിബലവാനും ഏകനുമായ ആ പുരഞ്ജനപുര പാലകന്മാരുടെ അധിപനായ പ്രജാകരൻ 720 ഗന്ധർവന്മാരോട് 100 സംവത്സരം യുദ്ധം ചെയ്തു. സംവത്സരാവയവങ്ങൾ പകലും രാത്രിയും കൂടെ 720 എന്നും പരമായുസ് 100 ആയതുകൊണ്ട് അതുവരെ പ്രാണൻ ശരീരത്തെ നിലനിർത്തുമെന്നും കാണിച്ചു. ക്ഷീയമാണേ സ്വസംബന്ധേ ഏകസ്മിൻ ബഹുവിരുദ ചിന്താം പരാം ജഗാമാർത്തഃ സരാഷ്ട്രപുരബാന്ധവഃ. പുരപാലകനായ ഏകൻ അനേകം പേരോടുകൂടെ അധികകാലം യുദ്ധം ചെയ്ത് ബലഹീനനായി വന്നു തുടങ്ങിയപ്പോൾ രാജ്യം, രാജധാനി, ബന്ധുക്കൾ ഇവരുടെയെല്ലാം ഹിതകർത്താവായ പുരഞ്ജന മഹാരാജാവിന് വലിയ വിചാരം ഉള്ളിൽ കടന്നുകൂടി. ശരീരേന്ദ്രിയങ്ങളുടെ സ്വാമി എന്ന് അഭിമാനിച്ചിരുന്ന ജീവന് സഹായിയായിരുന്ന പ്രാണന്റെ ബലം കുറഞ്ഞു വന്നപ്പോൾ ഇനിമേൽ എങ്ങനെ കഴിഞ്ഞുകൂടുമെന്നുള്ള ഖേദം നിമിത്തം ജീവാത്മാവ് ചിന്താപരവശനായി ഭവിച്ചു. സയേവ പുര്യാം മധുഭുക് പഞ്ചാലേഷു സ്വപാർഷദൈഃ ഉപനീതം ബലിം ഗൃഹ്ണൻ സ്ത്രീജിതോ നാവിദദ്ഭയം. ശത്രുക്കളുടെ ആക്രമണം തുടങ്ങിയിട്ട് കാലം അധികമായില്ലേ, ഇതുവരെ പ്രതിവിധി എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരുന്നതെന്ന് ശങ്കിക്കേണ്ട. പുരഞ്ജനൻ പുരിയിൽ പ്രവേശിച്ചതു മുതൽക്കുണ്ടായിക്കൊണ്ടിരുന്ന ഈ ഭയത്തെ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആൾക്കാർ ആവശ്യമുള്ള സാധനങ്ങളെ അകത്തു കൊണ്ടുവന്നു കൊടുക്കും, അതിനെ സ്വീകരിക്കും. മദ്യപാന നിമിത്തം മതിച്ചും സ്ത്രീകൾക്കു കീഴടങ്ങിയും കൊണ്ട് തന്നെ കാലം കഴിച്ചു വന്നു. തുച്ഛങ്ങളായ വിഷയങ്ങളിൽ നിന്നു സിദ്ധിക്കുന്ന അല്പനേരത്തെ ആഭാസസുഖം മദ്യം. ജനന മരണ നിവൃത്തിക്കാവശ്യമായ ഈശ്വരവചനം ചെയ്യാതിരുന്നതു തന്നെ അറിവില്ലായ്മ. കാലസ്യ ദുഹിതാ കാചിത്രിലോകീം വരമിച്ഛതീം പര്യടന്തീം ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. ഇങ്ങനെ നിത്യഭയം നേരിട്ടിരിക്കുന്ന കാലത്താണ് മറ്റൊരു ഭയം കൂടെ വന്നു ചേർന്നത്. ഹേ പ്രാചീന ബർഹിസെ, ഇവിടെ മനസ്സിരുത്തി കേൾക്കണം. ആപത്തിന്മീതെ ആപത്താണ് പുരഞ്ജന മഹാരാജാവിന് വന്നിരിക്കുന്നത്. കാലൻ്റെ പുത്രി ഒരുവളുണ്ട്. ഭർത്താവിനെ അന്വേഷിച്ചും കൊണ്ട് 3 ലോകത്തിലും സഞ്ചരിക്കുന്ന അവളെ ഒരുവനെങ്കിലും വരിപ്പാൻ ഇഷ്ടപ്പെട്ടില്ല. കാലകന്യകയെന്ന് ജരയ്ക്ക് പേർ നിശ്ചയിച്ചതാണ്. ശരീരത്തിൽ ജര ബാധിക്കുന്നതിൽ ആർക്കും ഇഷ്ടമില്ലെന്നു കാണിപ്പാനാണ് ആരും അവളെ അഭിനന്ദിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശ്രുത ദുർഭഗേ ദിശ യാതുഷ്ടരാജർഷയേതോ വൃതാദാത്പുരവേ വരം. അവളെ ആരും സ്വീകരിക്കാതിരുന്നതിന് കാരണമെന്തെന്നാൽ ഭാഗ്യഹീനയാണെന്ന് കേട്ട മാത്രയിൽ അറിയത്തക്ക വിധം ദുർഭഗ എന്ന നാമത്താൽ ലോകത്തിൽ അവൾ പ്രസിദ്ധയാണ്. അതുകൊണ്ട് അവളെ ആരും വരിച്ചില്ല. ഒരു കാലത്ത് പുരുവെന്ന രാജാവ് അവളെ വരിച്ചതിനാൽ അവൾ അദ്ദേഹത്തിന് രാജ്യത്തെ തന്നെ സ്ത്രീധനമായിട്ട് കൊടുത്തു. യയാതിയെ ബാധിച്ച ജരയെ പുരു സ്വീകരിച്ചതിനാൽ പുരുവിന് രാജ്യം അവകാശപ്പെട്ടു. ആരും ഇഷ്ടപ്പെടാത്ത ജരയെ സ്വീകരിച്ചത് രാജ്യപ്രാപ്തിക്ക് കാരണമാകയാൽ ജര തന്നെ പുരുവിന് രാജ്യദാനം ചെയ്തവളെന്ന് കാണിച്ചിരിക്കുന്നു. കഥാചിതടമാനാസ ബ്രഹ്മലോകാൻ മഹീംഗതം വവ്രേ ബൃഹദ്വ്രതം മാന്തു ജാനതി കാമമോഹിത. വരാന്വേഷണം ചെയ്തു സഞ്ചരിക്കുന്ന അവൾ ഒരു നാൾ ഞാൻ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂലോകത്തെ പ്രാപിച്ചിരുന്നപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നറിഞ്ഞിട്ടും കാമാന്തത നിമിത്തം ഭർത്താവായിരിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചു. ഗൃഹസ്ഥൻ, ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള ഭേദഭാവന ജരക്കില്ല. ആരുടെ അരികത്തും പ്രവേശിക്കും. മയി സംരംഭ്യ വിപുലം മദാചാപം സുദുസ്സഹം. ജര ബാധിക്കുമ്പോൾ വ്യാധികളും തന്നിമിത്തം മരണവും ഉണ്ടാകുന്നതിനെ സൂചിപ്പിച്ചിരിക്കുന്നു. ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിതം പദീം സങ്കൽപ്പസ്തൊയി ഭൂതാനാം കൃതക്കില നരിഷ്യതി. ഭർത്താവായി വരിച്ച രീതിയെ ലോകരീത്യ വർണ്ണിക്കുന്നു. ഹേ വീര, യവനാധിപനായ അങ്ങയെ ഞാൻ കാമിച്ചിരിക്കുന്നതിനാൽ ഭർത്താവായി വരിക്കുന്നു. സകല പ്രാണികളുടെയും അങ്ങയെ ഉദ്ദേശിച്ചുള്ള സങ്കല്പം വിപലമായി വരികയില്ലല്ലോ. ദ്വാവിമാവനുശോചന്തി ബാലാവസതവഗ്രഹോ
യല്ലോകശാസ്ത്രോപനതം നരാദിന തതിച്ഛതി. അറിവില്ലാത്തവരായ രണ്ടു കൂട്ടരെക്കുറിച്ച് സജ്ജനങ്ങൾ വ്യസനിക്കുന്നു. അവർ അജ്ഞാനം നിമിത്തം അസദ് വിഷയങ്ങളിൽ സിദ്ധാന്തിക്കുന്നവരായിട്ട് കാണപ്പെടുന്നതാണ് സജ്ജന വ്യസന കാരണം. ആരെല്ലാമാണവർ എന്നത് പറയാം. ശാസ്ത്രമര്യാദയാലും ലോകത്തിൽ സദാചാരത്താലും സമ്മതിക്കപ്പെട്ട ഒരു കാര്യത്തെ അനുവദിച്ചു കൊടുക്കാത്തവൻ ഒരുവൻ, കൊടുക്കുന്നതായ അതിനെ വാങ്ങാതിരിക്കുന്നവൻ മറ്റൊരുവൻ. ഇവർ രണ്ടുപേരും ശോച്യന്മാരാകുന്നു. അതോ ഭജസ്വമാം ഭദ്ര ഭജന്തി മേ ദയാം കുരു ഏതാവാൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാനനുകമ്പതേ. അതുകൊണ്ട് ഹേ ഭദ്ര, അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ സ്വീകരിക്കണം. എൻ്റെ പേരിൽ കൃപയുണ്ടാകണം. ദുഃഖിതന്മാരിൽ അനുകമ്പ കാണിക്കുന്നത് തന്നെ പുരുഷലക്ഷണം. കാലകന്യോദിതവജോ നിശമ്യ യവനേശ്വരഃ ചികീഷുർദേവഗുഹ്യം സസ്മിതം താമഭാഷത. കാലൻ്റെ പുത്രിയായ ദുർബകയുടെ വാക്കുകേട്ടപ്പോൾ ആ യവനേശ്വരൻ ദേവന്മാർ ഒളിച്ചുവെച്ചിരിക്കുന്ന കാര്യത്തെ പ്രകടമായി നടത്തുവാൻ ആഗ്രഹിച്ചിട്ട് പുഞ്ചിരിയോടുകൂടെ അവളോട് പറഞ്ഞു, ജനങ്ങൾക്ക് മരണമെന്നുള്ള വിചാരമുണ്ടാവാൻ ദേവന്മാർ സമ്മതിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആ വിചാരമുണ്ടായാൽ ജനങ്ങൾ വിഷയവിരക്തന്മാരാകും. അപ്പോൾ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കും. കാമ്യകർമ്മങ്ങളെ നടത്തുന്നവരാണ് ദേവന്മാരെ ആരാധിക്കുന്നവർ. അതുകൊണ്ട് ദേവന്മാർ വിവേകത്തെ വിഘ്നപ്പെടുത്തുവാനായി ജനങ്ങൾക്ക് ഭാര്യ പുത്രാദി വിഷയങ്ങളിൽ അതിതാൽപര്യത്തെ ജനിപ്പിക്കും. അപ്രകാരം ദേവന്മാർ വറച്ചുവെച്ചിരിക്കുന്ന മരണത്തെ പ്രത്യക്ഷമായി ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുവാൻ മൃത്യു നിശ്ചയിച്ചു. മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിന നാഭിനന്ദതി ലോകോയം ത്വാമഭദ്രാമസമ്മതാം. മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഞാൻ നിന്റെ ഭർത്താവിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ഒരുവനും നിന്നെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ളവനായിരിക്കേയില്ല. കാരണം നീ എല്ലാവർക്കും അനിഷ്ടം ജനിപ്പിക്കുന്നവളായതിനാൽ നിന്നെ ആരും സ്വീകരിക്കുകയുമില്ല. ത്വമവ്യക്തഗതിർഭുങ്ക്ഷ്വ ലോകം കർമ്മ വിനിർമ്മിതം യാഹിമേ പൃതനായുക്ത പ്രജാനാശം പ്രണേഷ്യസി. അതുകൊണ്ട് നീ എൻ്റെ സൈന്യയുക്തയായിട്ട് പ്രാരബ്ധ കർമ്മത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ പ്രവേശിച്ചുകൊള്ളുക. നീ ഏതു ദിക്കിൽ നിന്ന് ഏതുവിധം വന്നവളാണെന്ന് ആരും അറിയാത്ത വിധത്തിൽ അവരുടെ ശരീരത്തിൽ ചേർന്നിരുന്നു കൊള്ളുക. അങ്ങനെ പ്രജകളെ നശിപ്പിക്കുന്നത് തന്നെ നിന്റെ പ്രവൃത്തിയായിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നിന്റെ ഭർത്താക്കന്മാർ എന്ന നിലയുമായി. പ്രജ്വാരോയം മമ ഭ്രാതാ ത്വം ച മേ ഭഗിനീ ഭവ ചരാമുപാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനികഃ. പ്രജ്വാരൻ എന്നു പേരുള്ളവൻ എൻ്റെ സഹോദരനാകുന്നു. നീ എൻ്റെ സഹോദരിയായിട്ടും ഇരിക്കുക. നിങ്ങൾ രണ്ടുപേരോടും എൻ്റെ ഭയങ്കര സൈന്യത്തോടും കൂടെ ഞാനും ഈ ലോകത്തിൽ ആരുമറിയാത്ത വിധത്തിൽ സഞ്ചരിച്ചു കൊള്ളാം. ലോകനാശം എനിക്കും ഇഷ്ടമായതുകൊണ്ട് അതിനായി സഞ്ചരിക്കുന്ന നീയും ഒന്നായി ചേർന്നാൽ പ്രയാസം കൂടാതെ നമ്മൾ രണ്ടുപേരുടെ കാര്യവും സാധിക്കും. പ്രജ്വാരം എന്നു വൈഷ്ണവജ്വരത്തിന് കൽപ്പിച്ച സംജ്ഞയാകുന്നു. 27-ാമത്തെ അധ്യായം സമാപിച്ചു. 28-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.